നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറഞ്ഞ സമയത്തിനുള്ളിൽ മരുമകളെ ഈ സമക്ഷത്തിൽ ഹാജരാക്കുകയും ചെയ്യാം. എന്ത് പറയുന്നു സത്യഭാമേ? ഹാജരാക്കട്ടോ? വേണ്ട. ഈ വാക്ക്, ഈ ഒരൊറ്റ വാക്ക് മതി സത്യഭാമ ചന്ദ്രബോസിന്. സത്യഭാമയുടെ കൊച്ചുമോള് കെഞ്ചുന്ന കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ രാസേ? ഈ പടം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ എന്റെ ഷൂ കൂടി തുടച്ചു തന്നെ. സത്യഭാമയുടെ കൊച്ചുമോള് ചന്ദ്രബോസേ. അയ്യോ, ചക്രവർത്തിനി തൃപ്പൂർ എഴുന്നള്ളിയായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ആളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിനൊരു പരിധി ഉണ്ട് കേട്ടോ. അയ്യോ, ആര് വിളിച്ചു വരുത്തിയെന്ന? ഞങ്ങളായിട്ട് അവിടുത്തെ മുഖദർശനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. സത്യഭാമയുടെ കോടതിയിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു നിയമപാലന സംവിധാനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരാ ഞങ്ങളും. അതിനിടെ ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് മേനക്കെടുത്താനായിട്ട് രണ്ട് നരുന്നുകൾ കയറി വന്നേക്കുക. പോലീസ് കംപ്ലൈന്റ് തേങ്ങയൊന്നുമില്ല. ഇവളുമാർക്ക് പണം വരച്ചു കൊടുക്കണമെന്ന്. ഈ നിൽക്കുന്ന SI ഒരു പോങ്ങനായതുകൊണ്ട് പിള്ളേരെ താളത്തിനൊത്ത് തുള്ളാനുമായി. എന്നാലും അതൊരു ശരിയായ നടപടിയല്ലല്ലോ. അക്കാര്യം ഇത് നിങ്ങൾ ഉടവരെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചെയ്തത്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ. അത് പ്രകാരം തിരക്കിയപ്പോ ഈ സന്തതി സത്യഭാമയുടെ വീട്ടിൽ കുരുന്നതാന്ന് മനസ്സിലായി. ആണോ അല്ലയോ എന്ന് നല്ലതുപോലെ നോക്കിയൊന്ന് ബോധ്യപ്പെട്ടോണം. ആണല്ലോ അല്ലേ സത്യഭാമേ? മൗനം സമ്മതം. ഇനി നമുക്ക് നിയമപ്രകാരമുള്ള നടപടിയിലേക്ക് കിടക്കാം. തന്റെ മൂത്ത മരുമകളെ കാണാനില്ലാത്തതായും പോലീസ് കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണമെന്നും ശ്രീമതി സത്യഭാമയ്ക്ക് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ? ഒന്ന് വാ തുറന്ന് പറയണേ സത്യഭാമേ. എന്നിട്ട് വേണം ഈ പിള്ളേരെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ. എന്ത് തീരുമാനം എടുക്കാനാ? എന്ത് തീരുമാനമെന്നോ? പഴയ കാലമൊന്നും അല്ല ഇപ്പോ. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് മാത്രമല്ല, ഗർഭസ്ഥ ശിശുക്കൾക്ക് വരെ ഉണ്ട് മനുഷ്യാവകാശവും മാങ്ങാതൊലിയൊക്കെ. കൊച്ചുകുട്ടികളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി പറഞ്ഞിട്ട് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ തൊപ്പി തെറിച്ചെന്നിരിക്കും. കേട്ടിട്ടുണ്ടല്ലോ ഈ ചൈൽഡ് ലൈൻ പോലുള്ള ഏടാകൂടങ്ങളെ പറ്റി. അതുമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം സാധിച്ചില്ല എന്നും പോലീസ് വരട്ടെയെന്നും പറഞ്ഞ് ഇതിലേതെങ്കിലും ഒരെണ്ണം കയറി തൂങ്ങിയാലും ചന്ദ്രബോസേ ഒന്ന് അടങ്ങടാ. ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പരിഗണനയിലെടുത്തേ ഞങ്ങൾ പാവം പോലീസുകാർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ നിന്നെ പോലെ ഇരുന്നുണ്ടാനുള്ള വരുമാനമൊന്നും ഇല്ലടോ ഞങ്ങളെ തറവാട്ടില്. സത്യഭാമയെങ്കിലും ഞാൻ പറയുന്നതിന്റെ സ്പിരിറ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ കുട്ടികളിൽ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പാവം പോലീസുകാരുടെ തലയിലിരിക്കുമെന്ന ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് പരാതിയൊന്നുമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞാലേ കുട്ടികളെ ഇവിടുന്ന് വിടാൻ പറ്റും. ഇനിയിപ്പോ അതല്ല, മൂത്ത മരുമകളെ കണ്ടെത്തിയ തീരുമെന്നാണ് സത്യഭാമയ്ക്കുമെങ്കിൽ
ഒരു കംപ്ലൈന്റ് രേഖാമൂലകം തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം. പടം വരച്ചോ, മൾട്ടി കളർ ഫ്ലെക്സ് അടിച്ചോ, ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തോ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരഞ്ഞോളാം. പറഞ്ഞ സമയത്തിനുള്ളിൽ മരുമകളെ ഈ സമക്ഷത്തിൽ ഹാജരാക്കുകയും ചെയ്യാം. എന്ത് പറയുന്നു സത്യഭാമേ? ഹാജരാക്കട്ടോ? വേണ്ട. ഈ വാക്ക്, ഈ ഒരൊറ്റ വാക്ക് മതി സത്യഭാമേ ചന്ദ്രബോസിന്. നിന്റെ അമ്മ പറഞ്ഞു കേട്ടില്ലടാ, നിന്റെ ഭാര്യയെ കണ്ടുപിടിക്കണ്ടെന്ന്. നീയും നിന്റെ ഭാര്യയും കൂടി എന്നെ അങ്ങ് ഒലത്തോന്നാവല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്നിട്ട് എന്തിനാടാ പടം വരച്ച് കളിപ്പിക്കാൻ പിള്ളേരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വിടുന്ന പിള്ളേരാണെങ്കിൽ പടം പേപ്പറിലല്ല, തന്റെ നെഞ്ചത്തായിരിക്കും വരയ്ക്കുക. അതുകൊണ്ട് പിള്ളേര് കളി വിട്ടേക്ക്. നമ്മൾ തമ്മിൽ ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വാടി. എന്തിന്റെ ആവശ്യമായിരുന്നടി നിനക്ക് എന്നെ നിന്റെ വല്യച്ഛനെയൊക്കെ ഇങ്ങനെ നാണം കെടുത്താനായിട്ട്? ചേച്ചിയമ്മ വലുതായി കഴിഞ്ഞുള്ള ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ. ചേച്ചിയമ്മ ഒരൊറ്റ വീക്ക് വെച്ചൊന്നുണ്ടല്ലോ. ആരാ നിനക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നെ? ഇവള് തന്നെ ആയിരിക്കും അല്ലേ? നിന്നെ കൊണ്ടു നടന്ന് ചീത്തയാക്കുന്ന മുഴുവൻ ഇവളാണല്ലോ. അമ്മേ, നീ ഒന്ന് ചുമ്മാതിരിക്കടാ. പപ്പിമോൾക്കൊരു ആപത്ത് വന്നപ്പോ നീ ഒന്ന് സഹായിച്ചൊന്ന് കരുതി പപ്പിമോളെ മൊത്തത്തിൽ നീ അങ്ങ് ഏറ്റെടുക്കാന്ന് കരുതല്ലേ? ഇതേ സത്യഭാമയുടെ കൊച്ചുമകളാ. നിനക്ക് കണ്ണെത്തിച്ച് നോക്കാവുന്നതിനേക്കാൾ ഉയരത്തിലുള്ളവൾ. ഈ സത്യഭാമ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഒരൊറ്റ അടി വെച്ചായിരുന്നു ഞാൻ. അമ്മേ, കൊച്ചു കുഞ്ഞത് അത് ഓർമ്മ വേണം. കൊച്ചു കുഞ്ഞോ? അതൊന്നും അല്ലല്ലോ അവളുടെ കയ്യിലിരിപ്പ്. വിഷ്ണു, നീയും കൂടി ഇതിനൊക്കെ കാരണക്കാരൻ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് വളം വെച്ചു കൊടുത്ത് സത്യഭാമയുടെ വീട്ടിൽ കാലുകുത്താൻ യോഗ്യതയില്ലാത്തവർക്ക് സ്വൈര്യവിഹാരത്തിനുള്ള അനുവാദം കൊടുത്തു. അമ്മ മതി, നിർത്ത്. പപ്പി കൂട്ടാനല്ലേ അമ്മ വന്ന്. ഈ കുട്ടി അതിന്റെ പാട്ടിന് പൊക്കോട്ടെ. അമ്മയ്ക്ക് ദ്രോഹം ചെയ്തില്ലല്ലോ. ഇനി ഒരു വട്ടം കൂടി ഇവള് പപ്പിമോളുടെ കുറുകെ എങ്ങാനും വന്ന അപ്പ അറിയും ഇവള് വിവരം. കേട്ടല്ല? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.